ഹായ് ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ മാർഗഴി ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട്, രാധികാമ്മയുടെ ഭർത്താവാണ് ഭാസ്കരൻ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സത്യം കേട്ടിട്ടാണെങ്കിലോ ഗോവിന്ദൻ ഞെട്ടിയിട്ട് വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. ഗീതു ആണെങ്കിലോ പുറകിൽ ഓടുന്നുണ്ട്. കണ്ണേട്ട നിൽക്കുക എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. പിന്നീടാണെങ്കിലോ ഗോവിന്ദ് ഗീതുവിനോട് പറയുന്നുണ്ട്, അപ്പം ഈ രഹസ്യം നീ എന്നോട് പറയുമെന്ന് പേടിച്ചിട്ടാണല്ലേ സത്യദാസ് ഇതുവരെ അനാർക്കലിയുടെ മകൾ എവിടെയാന്നുള്ള കാര്യം എന്നോട് പറയാതിരിക്കുന്നത്. ഇതെന്തായാലും വേണ്ടായിരുന്നു ഗീതു. ഇത്രയ്ക്കും വലിയ രഹസ്യം നീ എന്നോട് മറയ്ക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഈ സത്യദാസിനെ ഇത് പറഞ്ഞിട്ടാണ് നീ പേടിപ്പിച്ചിരുന്നത്. അയാൾ നമ്മുടെ വീട്ടിൽ താമസിക്കുമ്പോൾ നീ ഈ രഹസ്യം എന്നോട് പറയുമെന്ന് പേടിപ്പിച്ചിട്ടല്ലേ അയാളെ പിടിച്ച് പുറത്താക്കിയത്. നിനക്കും ഈ അമ്മയ്ക്കും ഈ രഹസ്യം ആദ്യമേ അറിയായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു. ഞാൻ അമ്മ പറഞ്ഞതുകൊണ്ടാണ് കണ്ണേട്ടൻ്റെ അടുത്ത് മറച്ചു വെച്ചത്. അമ്മ വിഷമിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മറച്ചു വെച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എല്ലാം തികഞ്ഞവരാ നമ്മളെന്ന് പറഞ്ഞിട്ട് ഇനി എന്താ അർത്ഥമാണ് ഗീതു ഉള്ളത്? നിനക്ക് എനിക്ക് നിന്നെയും മനസ്സിലായിട്ടുണ്ടെന്നൊക്കെയല്ലേ നീ പറഞ്ഞിരുന്നത്. ഇപ്പോഴും തോന്നുന്നുണ്ടോ നിനക്ക് അങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം? അങ്ങനെയാണെങ്കിൽ നീ എന്നോട് ആദ്യമേ ഇതൊക്കെ പറയില്ലായിരുന്നു. ഇത്രയും വലിയൊരു രഹസ്യം എന്നെ മറക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് ഗോവിന്ദ്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഞാൻ സാഹചര്യം കൊണ്ടാണ് കണ്ണേട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എന്ത് സാഹചര്യം ഗീതു? രാധികാമ്മയും വരുണും മാത്രമല്ല, നീയും അമ്മയും കൂടെ എന്നെ ഇത്ര വലിയ രഹസ്യം മറിച്ചു. അവർ മാത്രമല്ല, നിങ്ങളും അതേ ചതിയാണ് എന്നോട് ചെയ്തത്. നിന്നെ കൊണ്ടുപോകാൻ ഷിബു വരും, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞ് ഗോവിന്ദ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഇനി ഇതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കരുത് കണ്ണേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഞാൻ പ്രശ്നം ഉണ്ടാക്കിയ അനാർക്കലിയുടെ മകൾ എവിടെയാന്നുള്ള കാര്യം ഞാൻ അറിയുമെന്ന് പേടിച്ചിട്ടല്ലേ ഞാൻ ഉണ്ടാക്കും. നീ എന്താന്ന് വെച്ചാൽ ചെയ്യ് ഗീതു എന്ന് പറഞ്ഞ് ഗോവിന്ദ് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് കാറിൽ കയറിയതിന് ശേഷം ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതോടുകൂടി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഗീതു. പക്ഷെ എന്നാലും നീ കുറച്ച് ടെൻഷൻ അടിക്കുക, എന്നെ ഇത്രയും വലിയ രഹസ്യം മറച്ചു വെച്ചതല്ലേ എന്ന് പറഞ്ഞ് ഗോവിന്ദ് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് ഗീതു ആണെങ്കിലോ മാർഗഴിയോട് ദേഷ്യപ്പെടാൻ പോകുന്നുണ്ട്. അപ്പോൾ മാർഗഴി ആണെങ്കിൽ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം ഗീതു ചോദിക്കുന്നുണ്ട്, എടി എന്താടി കാണിക്കുന്നത്? എൻ്റെ പുക കണ്ടതിൻ്റെ സന്തോഷത്തിൽ നീ ഡാൻസ് കളിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മാർഗഴി പറയുന്നുണ്ട്, അതിനല്ല രാധികയുടെയും വരുണിൻ്റെയും പുക കാണാൻ പോവല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നീയും ഡാൻസ് കളിക്കുക ഗീതു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, നിലത്തിട്ട് നിന്നെ മേത്ത് താണ്ഡവം ആടുകയാണ് ഞാൻ ചെയ്യേണ്ടത്. അത്രയ്ക്കല്ലേ ഇപ്പം നീ എന്നോട് ചെയ്തത്? വഞ്ചകി, ചതിയത്തി എന്നൊക്കെ മാർഗഴി ഗീതു വിളിക്കുന്നുണ്ട്. അപ്പോൾ മാർഗഴി ചോദിക്കുന്നുണ്ട്, നീ എന്താ നാട്ടുകാർ നിന്നെ വിളിക്കണ പേര് എന്നെ വിളിക്കുന്നത്? എന്താ അതിൻ്റെ ആവശ്യം എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്കൊന്നും അറിയില്ല എന്നുള്ള കാര്യം ഞാൻ അളിയൻ്റെ മുന്നിൽ വ്യക്തമായി പറഞ്ഞില്ലേ, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടില്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ഗീതു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അതൊന്നും കണ്ണേട്ടൻ വിശ്വസിച്ചില്ല. കണ്ണേട്ടൻ എന്നെ കൂട്ടാതെ ദേഷ്യപ്പെട്ടിട്ടാണ് ഇവിടെ നിന്ന് പോയത്. ഇനി ആ രാധികാമ്മയും വരുണിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നൊക്കെയാണ് എൻ്റെ പേടി. അങ്ങനെയാണെങ്കിൽ ഭാസ്കരൻ എല്ലാ കാര്യങ്ങളും പറയില്ലേ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക മാർഗഴി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാർഗഴിയോട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, ഭാസ്കരൻ എങ്ങാനും സത്യങ്ങൾ പറയാൻ പോകുന്ന സമയത്ത് ഞാൻ അയാളുടെ കൊരണവള്ളിയിൽ മർമ്മവിദ്യ അങ്ങോട്ട് പ്രയോഗിക്കും. അപ്പോൾ പിന്നെ അയാൾ അമ്മോ എന്ന് വിളിക്കണമെങ്കിൽ കൂടെ എൻ്റെ സഹായം വേണ്ടി വരും. ഞാനത് തുറന്നു കൊടുത്താൽ, ഞാനത് ശരിയാക്കി കൊടുത്താൽ മാത്രമേ അയാൾക്ക് എന്തെങ്കിലും പിന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ മാർഗഴി ഗീതുവിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു മാർഗഴിയോട് ചോദിക്കുന്നുണ്ട്, നീ കൂടുതലൊന്നും പറയണ്ട, നീയല്ലേ പറഞ്ഞ് ഈ രഹസ്യം ആരും അറിയില്ല എന്ന്, നീ എൻ്റെ കൈ തൊട്ടും നിൻ്റെ മാരിയമ്മനെ തൊട്ട് സത്യം ചെയ്തിരുന്നത്, പിന്നെ നീ എന്തിനാ പറയാൻ നിന്നേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മാരിയമ്മനെ തൊട്ട് സത്യം ചെയ്തത് അനാർക്കലിയുടെ മകളാണ് രഞ്ജു എന്ന സത്യം ആരും അറിയില്ല എന്നാണ് ഞാൻ നിൻ്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്തത്, അല്ലാതെ ഇതല്ല ഇത്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഇത് അതെല്ലാം ഒളിഞ്ഞു കളക്കുന്നൊരു രഹസ്യമായിരുന്നില്ലേ, അപ്പോൾ നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മാരിയമ്മൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, മാരിയമ്മൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ മാർഗഴി പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, നീ വലിയൊരു പടക്കത്തിനാണ് തിരികൊളുത്തി വിട്ടിരിക്കുന്നത്, ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല മാർഗഴി എന്ന് പറയുന്നുണ്ട് ഗീതു. അങ്ങനെയൊക്കെ പറഞ്ഞ് മാർഗഴിയോട് ദേഷ്യപ്പെട്ട് ഗീതു അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദിനെയാണ്. ഗോവിന്ദാണെങ്കിലോ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ പോലീസുകാരനോട് ഗോവിന്ദ് എല്ലാ തെളിവുകളും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ്റെ ക്യാമറയിൽ പതിഞ്ഞ തെളിവുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, ഈ വീഡിയോ കുറച്ച് വലുതാണല്ലോ, അതുകൊണ്ട് നമുക്കിത് കോടതിയിൽ ഹാജരാക്കാൻ പറ്റില്ല. അതുമാത്രമല്ല ഈ വീഡിയോയിൽ ശബ്ദമില്ല, അവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ചതല്ല അവർ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ കോടതിയിൽ സുഖമായി ഊരിപ്പോരും, അതുകൊണ്ട്
നമുക്കിത് കോടതിയിൽ ഹാജരാക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അയാൾ ചോദിക്കുന്നുണ്ട്, പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യയുമായിട്ട് ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഇത്രമാത്രം സാമ്യം വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇത് ഗീതുവിൻ്റെ ഇരട്ട സഹോദരിയാണ്, അതറിയാതെയാണ് അവർ ഇവളെ കളത്തിലിറക്കിയിരിക്കുന്നത്, ഇങ്ങനൊരു ഇരട്ട സഹോദരി ജീവിച്ചിരിപ്പുള്ള കാര്യം ഗീതും കൂടി ഇപ്പോഴാണ് അറിയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, അപ്പോഴും ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ കുട്ടി നിങ്ങളുടെ ആളാണ്, നിങ്ങൾ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചതാണെന്നൊക്കെ അവർ കോടതിയിൽ പറയുകയും വാദിക്കുകയും ഒക്കെ ചെയ്യും. എന്നിട്ട് അവരെന്നെ ജയിക്കുകയും ചെയ്യും. മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയാൽ കൂടെ അവർ മാത്രമേ ഇതിൽ കേസിൽ ജയിക്കുള്ളൂ. നല്ലൊരു വക്കീലിനെ വെച്ച് വാദിച്ചാൽ അവർക്ക് എന്തായാലും ശിക്ഷ കിട്ടാതെ അവർ പുറത്തോരി പോരുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇതാക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ മരണം കൂടെ ഞാൻ തെളിയിക്കണം എന്ന് വിചാരിച്ചതാണ് സാർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നത്, പോലീസുകാരൻ പറയുന്നുണ്ട്, തൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 25 വർഷമായി. 25 വർഷത്തെ മുന്നത്തുള്ള കാര്യം തനിക്ക് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും എവിഡൻസ് അത്രയും സ്ട്രോങ് ആയിരിക്കണം എന്നൊക്കെ പോലീസുകാരൻ പറയുന്നുണ്ട് ഗോവിന്ദിൻ്റെ അടുത്ത്. ഇത് കേട്ട ഗോവിന്ദ് പറയുന്നുണ്ട്, ഇനി തെളിവുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ പ്ലാനുകൾ പോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞ് തെളിവുകൾ, സാറിന് വേണ്ടത് തെളിവുകൾ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഗോവിന്ദ് പറയുന്നുണ്ട്, ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഫേക്ക് തെളിവുകളാണെന്ന് വിചാരിക്കേണ്ട, പ്രതികളെ കൊണ്ടുള്ള അവരുടെ മൊഴി ഞാൻ തന്നെ എടുപ്പിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നുണ്ട്, വിനോദിനെയും കാണിക്കുന്നുണ്ട്. വിനോദിനാണെങ്കിലോ കുടിക്കുന്നുണ്ട്. അവനെ കുടിപ്പിക്കുന്നത് ഒരു പെണ്ണാണ്. അപ്പോൾ അനാർക്കലി ചോദിക്കുന്നുണ്ട്, ആരാ ഇത് എന്ന് ഭാസ്കരനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഇതാണ് നമ്മുടെ പുതിയ കഥയിലെ നായിക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, ഇനി ഇവളെ വെച്ചിട്ടാണ് നമ്മൾ ഗോവിന്ദിനെ തകർക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആ പെണ്ണ് വന്ന് പറയുന്നുണ്ട്, എൻ്റെ പേരാണ് രേഷ്മ, വിനോദ് വഴി ഞാൻ AGMൽ കടന്നു കുറേ കാലങ്ങളായി. നിങ്ങളുടെ ശത്രു എന്നതുപോലെ എൻ്റെ ശത്രുവാണ് ഗോവിന്ദ്. ഗോവിന്ദിനെ തകർക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നല്ല വമ്പൻ തകർച്ചകളാണ് ഗോവിന്ദിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ഫേക്ക് സിഗ്നേച്ചറുകൾ ഈ ഇന്ത്യ മൊത്തം പരക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നൊക്കെ രേഷ്മ അനാർക്കലിയോട് പറയുന്നുണ്ട്. പിന്നീട് അനാർക്കലി രേഷ്മയോട് ആ പ്ലാനിനെ പറ്റി ചോദിക്കുന്നുണ്ട്. രേഷ്മയാണെങ്കിൽ അനാർക്കലിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നുണ്ട്, ഗീതു ആണെങ്കിൽ അറക്കലിൽ വന്നിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. ഗോവിന്ദേട്ട എവിടെ പോയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ വരുണിനോട് പറയുന്നുണ്ട്, ഗീതുവിന് പോലും ഗോവിന്ദ് എവിടെയെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ച് സീരിയസ് ഉള്ള കാര്യമാണല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അയ്യപ്പേട്ടൻ വന്ന് പറയുന്നുണ്ട് ഗീതുവിൻ്റെ അടുത്ത്, 6 മണി വരെ ഓഫീസിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് റിസോർട്ടിൽ പോകുന്നതാണ് പറഞ്ഞിരുന്നത് അവിടെ, പക്ഷെ അവിടെ എത്തിയിട്ടില്ല, എവിടേക്കാണ് പോയേന്നാവോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഫോൺ ഓഫ് ചെയ്തിട്ട് ഗോവിന്ദേട്ടൻ വല്ല പണിയിലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട്, ആ പണി ആർക്കായിരിക്കും, വരുൺ മാമനും രാധിക മാമിക്കും ആയിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കാഞ്ചന. ഇത് കേട്ട് രേഖ പറയുന്നുണ്ട്, ആ പണി നിനക്കാവാതെ നോക്കിക്കോ കാഞ്ചനെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഗോവിന്ദ് വരുമ്പോൾ എല്ലാവരെയും കാണുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ആ എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഗീതുവിനാണെങ്കിലും ആകെ പേടിയാവുന്നുണ്ട്. രഞ്ജുവിൻ്റെ രാധികാമ്മേനെ പുറത്താക്കേണ്ട കാര്യമാണോ ഇനിയിപ്പോൾ കണ്ണേട്ടൻ പറയാൻ പോകുന്നത് എന്നൊക്കെ ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് ഗോവിന്ദ് പറയുന്നുണ്ട്, ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, രാധികാമ്മേനെ നമ്മുടെ കമ്പനി ഡയറക്ടേഴ്സിൽ നിന്ന് മാറ്റണം, എന്നിട്ട് ആ സ്ഥാനം രേഖയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അത് പറഞ്ഞുകൊണ്ടുള്ള അഗ്രിമെൻ്റാണിത്, രാധികാമ്മ ഇതിലൊന്ന് ഒപ്പിട്ടേ എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട്. രാധികാമ്മ ആണെങ്കിലും ആ അഗ്രിമെൻ്റ് വാങ്ങി നിലത്ത് എറിയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും എൻ്റെ സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, ഒരിക്കൽ ഗീതുമോൾക്ക് വേണ്ടി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ എല്ലാവരും അഭിനന്ദിക്കുകയല്ലേ ചെയ്തേ, അപ്പോൾ ഇനിയുള്ള രേഖയ്ക്ക് വേണ്ടി ഒഴിയുന്ന സമയത്ത് എല്ലാവരും ഇനി അഭിനന്ദിക്കുകയേ ചെയ്യുള്ളൂ, അല്ലാതെ രാധികാമ്മയെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ എല്ലാവരും ആ കളിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഗോവിന്ദ് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ രാധികാമ്മ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ ഡയറക്ടേഴ്സ് മീറ്റിംഗ് വിളിച്ചിട്ട് രാധികാമ്മയെ അതിൽ പുറത്താക്കും, എന്നിട്ട് രഞ്ജുവിനെയും അമ്മേനെയും എല്ലാവരും ഞാൻ അംഗങ്ങളാക്കും, ഡയറക്ടേഴ്സിൽ അംഗങ്ങളാക്കും, അതിനേക്കാൾ നല്ലതല്ലേ ഒഴിഞ്ഞു പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, അത് മോനെ ശരിയാണ്, ഈ വീട്ടിലെ എല്ലാ അംഗങ്ങളും ബോർഡ് മെമ്പേഴ്സ് ആവുന്നതിൽ നല്ല കാര്യമാണ്, മാധവേട്ടൻ്റെ ആത്മാവും അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, രഞ്ജുവിനും വിജയലക്ഷ്മിക്കും എൻ്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, അവരെ അംഗങ്ങളാക്കാനൊന്നും ഞാൻ സമ്മതിച്ച് തരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദാണെങ്കിൽ പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ എന്തായാലും അതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് വരുണും രാധികാമ്മയും സംസാരിക്കുന്നുണ്ട്. വരുൺ രാധികാമ്മയോട് പറയുന്നുണ്ട്, അമ്മ എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങോട്ടേക്ക് പോകുന്നത്, കമ്പനി അവർക്ക് കൊടുക്കാൻ അമ്മ സമ്മതിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഞാനതൊന്നും സമ്മതിക്കില്ല, ഞാനിപ്പോൾ അനാർക്കലിയുടെയും ഭാസ്കരേട്ട
ലാലേട്ടൻ്റെ ഭാഗത്ത് ചേർന്നാലോ എന്നാണ് ആലോചിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലോ ഗോവിന്ദും ഗീതു ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ എടുത്ത തീരുമാനം നല്ല തീരുമാനമാണ്, ഞാൻ അച്ഛനെ വിളിച്ച് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, വേണ്ട നിൽക്കുക, ആലോചിക്കട്ടെ, ഞാൻ ഒന്നും കൂടി ആലോചിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, അമ്മ ഈ ഡയറക്ടറായിരുന്നപ്പോൾ പോലും ഗീതുവിൻ്റെ തീരുമാനമാണ് അവിടെ നടന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇവരെല്ലാവരും കൂടി ഡയറക്ടർമാരായി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പുറത്താവും അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ വരുൺ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഗീതുവും ഗോവിന്ദും റൂമിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഗീതു ഗോവിന്ദിനോട് പറയുന്നുണ്ട്, നമുക്ക് കഴിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നീ ഇത്രയും വലിയ ചതി എന്നോട് ചെയ്തിട്ട് ഇനിയിപ്പോൾ എൻ്റെ ടേസ്റ്റ് ബഡ്സ് നിനക്ക് ഉപയോഗിക്കാനാണോ ഗീതു? എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന് എൻ്റെ ദേഷ്യം കുറയ്ക്കാനാണോ നിൻ്റെ തീരുമാനം, നിൻ്റെ പ്ലാൻ എന്നൊക്കെ ഗോവിന്ദ് ഗീതുവിനോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദ് ഗീതുവിനോട് പറയുന്നുണ്ട്, എന്നാൽ നീ തോറ്റു പോവുള്ളൂ, ഞാൻ കഴിച്ചിട്ടാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദ് ഗീതുവിനോട് ചോദിക്കുന്നുണ്ട്, നീ അമ്മയോട് ഞാൻ അറിഞ്ഞതിനെ പറ്റി പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഇല്ല ഞാൻ പറഞ്ഞാൽ എനിക്ക് തന്നെ പ്രശ്നം, എന്നെ കുറേ കൂടെ ഉപദേശിക്കും, അപ്പോൾ എനിക്ക് തന്നെ അതൊക്കെ പ്രശ്നമായി മാറുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അപ്പോൾ നിനക്ക് കുറച്ച് ബുദ്ധിയൊക്കെ വന്നു അല്ലേ ഗീതു, അപ്പം നീ ചിലപ്പോൾ നന്നാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അതെ ഞാൻ ഇനി ഒന്നും പറയില്ല കണ്ണേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എന്നാലും ഞാൻ നിന്നോട് ഒരു കാര്യവും പറയില്ല, എൻ്റെ രഹസ്യങ്ങളൊന്നും പറയില്ല, ഇനിയുള്ള എൻ്റെ നീക്കങ്ങളൊന്നും നിന്നോട് പറയില്ല, എൻ്റെ പിണക്കമൊന്നും അത്ര പെട്ടെന്ന് മാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഇനിയുണ്ടോ കണ്ണേട്ടന് രഹസ്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇനിയുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, അമ്മ നോർത്ത് ഇന്ത്യയിലോട്ട് പാടാൻ പോകുന്നത് നിന്നോട് പറഞ്ഞില്ലേ ഗീതു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞിരുന്നു, ഞാനൊരു രഞ്ജും പക്ഷെ പോകണ്ട എന്ന് വാശി പിടിച്ച് നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അമ്മയോട് പോയിക്കോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗീതു, അമ്മ പോയിട്ട് വരട്ടെ, അമ്മയ്ക്കിപ്പോൾ ഒരു ചേഞ്ച് ആവശ്യമാണ് എന്നൊക്കെ ഗോവിന്ദ് ഗീതുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം കണ്ണേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നമുക്ക് ആവശ്യമില്ലായിരിക്കാം, പക്ഷെ അമ്മയ്ക്ക് ആവശ്യമുണ്ട്, അമ്മ പോയി വരുന്ന അമ്മ AGMന് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള ഗീതാ ഗോവിന്ദം വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.